എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. എല്ലാവരും ഓണം ആഘോഷിക്കാൻ റെഡി ആയിട്ടിരിക്കുകയല്ലേ അല്ലേ? ഓണ പർച്ചേസൊക്കെ കഴിഞ്ഞു, ഇനി അടുക്കള പരിപാടികളൊക്കെ തുടങ്ങുകയാണ്. അപ്പോൾ ജയ് ഹിന്ദ് TV നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ ഓണമധുരം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം തയ്യാറാക്കുകയാണ്. ഓണം എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വിവിധ തരം പായസങ്ങൾ തയ്യാറാക്കാനും അതുപോലെ കഴിക്കാനും ഒക്കെ നമ്മൾ എന്താ പറയുക റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ജയ് ഹിന്ദ് TV നിങ്ങൾക്ക് വേണ്ടി വിവിധ തരം പായസങ്ങൾ തയ്യാറാക്കുകയാണ്. അപ്പോൾ ഇതിനൊരു സ്പെഷ്യാലിറ്റി കൂടിയുണ്ട്. ഈ പായസം തയ്യാറാക്കുന്നത് പാചകക്കാരികൾ മാത്രമല്ല കേട്ടോ, നല്ല പാട്ടുകാരികളാണ്. അപ്പോൾ എന്താണ്, പാചകം കാണുകയും ചെയ്യും, ആസ്വദിക്കുകയും ചെയ്യാം, ഒപ്പം പാട്ടുകൾ കേൾക്കാം, അവരുടെ വിശേഷങ്ങളും അറിയാം. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഓണപ്പായസം തയ്യാറാക്കുന്നത് സുപ്രസിദ്ധ പിന്നണി ഗായിക ഗായത്രി ജ്യോതിഷാണ്. അപ്പോൾ ഗായത്രിയെ സ്വാഗതം ചെയ്യാം. ഹായ് ഗായത്രി. ഹലോ. എന്തുണ്ട് വിശേഷം? ഓണമൊക്കെ ആയിട്ട് എന്ത് വിശേഷം ചോദിക്കരുതല്ലേ. പാട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓണ സമയത്ത് അല്ലേ ഭയങ്കര തിരക്കായിരിക്കും. എത്ര ഓണപ്പാട്ട് പാടിയിരിക്കും? ഓണപ്പാട്ട് 2 പാട്ടേ പാടിയുള്ളൂ. അതിന് ഷൂട്ടൊക്കെ കഴിഞ്ഞു? ഷൂട്ടെല്ലാം കഴിഞ്ഞു. പ്രോഗ്രാംസ് ഉണ്ട് അല്ലേ? പ്രോഗ്രാംസും അത്യാവശ്യം ഉണ്ട്. ഇനിയിപ്പോ വിദേശത്തോട്ട് പോകാൻ പോകല്ലേ? അതെ, ഖത്തറിലേക്കാണ് ഓണത്തിന്റെ പ്രോഗ്രാം. അപ്പൊ അതിന്റെയൊക്കെ തിരക്കിൽ നമുക്ക് ഗായത്രിയെ പിടിച്ചു നിർത്തി ഒരു പായസം ഉണ്ടാക്കി തരാൻ പറഞ്ഞത് വിഷമൊന്നും ആയില്ലല്ലോ? എന്താ ഒരു വിഷമമില്ല. എനിക്ക് സത്യം പറഞ്ഞ പാചകം എന്ന് പറയുന്ന പാട്ട് പോലെ പ്രിയമാണ്. അത് കേട്ടപ്പോൾ ഒരു സന്തോഷം കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി എന്ത് പായസമാണ് ഇന്ന് ഉണ്ടാക്കി തരുന്നത്? ഏത് പായസമാണ്? എന്ത് പായസം എന്ന് ചോദിക്കുന്നത്, ഏത് പായസം എന്ന് ചോദിക്കുന്നത്? ഒരു ചക്ക കൊണ്ടൊരു പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ചക്ക സീസൺ അവസാനിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ വരുന്നതിന് മുമ്പ് വന്നിട്ട് പിന്നെ ചക്ക വരട്ടി ഇരിക്കുന്നത് ഭയങ്കര ഒരുപാട് താമസം എടുക്കുന്നത് കൊണ്ട് നേരത്തെ തന്നെ അതങ്ങ് തയ്യാറാക്കി വെച്ചു. ചക്ക വരട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ല, ചക്ക വരട്ടിയ പായസമാണ്. അതെ, നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടല്ലേ, ചക്ക വരട്ടി എടുക്കണം, കുറേ നേരം വേണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ വരുന്നതിന് മുമ്പ് ചക്ക വരട്ടി വെച്ചിട്ടുണ്ട്. അത് നന്നായി, അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ വന്നേനെ. അത് പിന്നെ ഒരുപാട് സമയം പോകില്ലേ, അതുകൊണ്ട് അത് നേരത്തെ തയ്യാറാക്കി. നന്നായി. പക്ഷെ ഒരു പാട്ട് പാടണ്ടേ? ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, പാട്ടുകാരെ വിളിച്ചത് എന്തിനാന്ന് പറയും, പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് മാത്രം കാണിക്കുമ്പോൾ ഒരു ബോറടിയാണ് അല്ലേ? അപ്പൊ അതിലൊരു രസകരമായ ഒരു ഞാൻ സാധാരണ വീട്ടില് പാചകം ചെയ്യുമ്പോൾ പാട്ട് ഞാൻ പാടുന്നില്ല, പാട്ട് എപ്പോഴും ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരിക്കും. റേഡിയോയിൽ എപ്പോഴും FM-ലെ പാട്ടും ഇഷ്ടമുള്ള പാട്ടുകൾ ചോയ്സ് ചെയ്ത് ഇങ്ങനെ. അപ്പൊ എന്തായാലും ഗായത്രിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് പാടിയിട്ട് നമുക്ക് പാചകത്തിലേക്ക് പോകാം. ഓക്കെ, ഏത് പാട്ടാണ്? ഓണമല്ലേ, ഇപ്പൊ ഓണത്തിനെ കുറിച്ച് തന്നെ പഴയ ദാസാർ പാടിയ ഒരു പാട്ട് തന്നെ പാടാം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പാട്ടാണ്. ഉത്രാടരാവേ വരുമോ നീ, ഉലയാത്ത പൂനില പുടവ ചുറ്റി. ഉത്രാടരാവേ വരുമോ നീ, ഉലയാത്ത പൂനില പുടവ ചുറ്റി. ആളറിയാതെ അനക്കമില്ലാതെ ആശ്രമവും അറിയാതെ എൻ്റെ ആത്മാവ് പോലും അറിയാതെ ഉത്രാടരാവേ വരുമോ നീ, ഉലയാത്ത പൂനില പുടവ ചുറ്റി. ഇത് അധികം കേട്ടിട്ടില്ല ഈ പാട്ട് കേട്ടോ. അത് കേൾക്കണം, ഭയങ്കര രസമുള്ള ഒരു പാട്ടാണ്. നമുക്ക് ശരിക്കും നമ്മുടെ ഒരുപാട് പാട്ടുകൾ നമ്മൾ ഓണത്തിന്റെ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓണം നമ്മുടെ മനസ്സിലെത്തും. പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറേ പൂപ്പാളും കടലായി. ഈ
പാട്ട് കേൾക്കുമ്പോ ഓണം വന്നു എന്നാണ് അല്ലേ? ഏത് ചാനലായാലും എന്റെ ഫോണിന്റെ റിംഗ് ടോൺ പോലും അതാണ്. ഓണം എത്തുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇട്ട് കഴിഞ്ഞു. അപ്പൊ എന്തായാലും ഒരു ഓണത്തിന്റെ മൂഡ് ഇവിടെ സൃഷ്ടിച്ചു കഴിഞ്ഞു. നമുക്ക് പായസത്തിലേക്ക് പോകാം. നെയ്യ് കുറച്ച് ആദ്യം ഇടണം. ഇല്ല, നമ്മൾ ഓൾറെഡി വരട്ടി വെച്ചിരിക്കുന്നതാണെങ്കിലും എന്നാലും നെയ്യ് കുറച്ചുകൂടി ടേസ്റ്റും വരും നെയ്യ് ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക്. ഇതാണ് ചക്ക വരട്ടി വെച്ചേക്കുന്നത്. ഇങ്ങനെ ചക്ക അരക്കു കേട്ടിട്ടുണ്ട്. ചക്ക വരട്ടിയത് അരക്ക് പോലെ ഇരിക്കുകയാണ്. സരിത, എപ്പോഴും നമ്മൾ ഈ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ സാധാരണ ഇപ്പം പഴയ കാലം പോലെ അല്ല, എല്ലാം റെഡിമെയ്ഡ് വാങ്ങാൻ കിട്ടും, എല്ലാം ഒക്കെയാണ്. പക്ഷെ എന്നാലും നമ്മുടെ ആ നാടൻ സ്റ്റൈലിൽ നാടൻ വിഭവങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന പായസത്തിനൊക്കെ ഒരു പ്രത്യേക സ്വാദാണ്. അതിനി എന്തൊക്കെ പുരോഗതി വന്നാലും അതിനൊരു മാറ്റമില്ല. നല്ല ഈ ചക്കപ്പഴം കാണുമ്പോൾ തന്നെ വരിക്കച്ചക്കയാണ് കേട്ടോ. ഇത് വരിക്കച്ചക്കയാണ്. വരിക്കച്ചക്ക വരട്ടി വെച്ചിരുന്നതാണ്. അതുകൊണ്ടാണ് ഇത് വരട്ടിയതൊന്നും കാണിക്കാത്തത്. അല്ലെങ്കിൽ അത് കുറേ നേരം വേണം അല്ലേ? നമ്മുടെ ഗായിക ആകെ ക്ഷീണിക്കും. കുറച്ച് വെള്ളം കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനെന്താണ് ആഡ് ചെയ്യുന്നത്? ശർക്കര പാനി ആഡ് ചെയ്യണം അല്ലേ? ശർക്കര ഉപയോഗിച്ചല്ലേ നമ്മൾ വഴറ്റി എടുക്കുന്നത്. അപ്പം വേണമെങ്കിൽ നമുക്ക് കുറച്ച് മധുരത്തിന് തോന്നുന്നെങ്കിൽ അപ്പം ചക്ക വരട്ടിയെടുക്കുന്നത് ശർക്കരയിലാണ്. അതുകൊണ്ട് രണ്ടാമത് മധുരം വേണമെങ്കിൽ മാത്രം ശർക്കര ആഡ് ചെയ്താൽ മതി. ഓൾറെഡി നല്ല മധുരത്തിലാണ് നമ്മൾ വഴറ്റി എടുക്കുമ്പോഴേ നല്ല മധുരമാണ്. പിന്നെ ഓവർ മധുരം ഇഷ്ടമുള്ള ആൾക്കാരുണ്ടല്ലോ. ചക്ക ഇങ്ങനെ വരട്ടി നമുക്ക് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കാം. പിന്നെ എത്രയോ നാളിരിക്കും. പിന്നെ വിദേശങ്ങളിലൊക്കെ കൊണ്ടുപോകാം. നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ എടുത്ത് പായസം ഉണ്ടാക്കാം, ഇലയുടെ വെക്കാം അല്ലേ? നല്ല മണമൊക്കെ വരുന്നുണ്ട്. പൈനാപ്പിൾ പായസം, പരിപ്പ് പായസം, ഇതൊക്കെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ എൻ്റെ അമ്മായി നന്നായിട്ട് നാടൻ വിഭവങ്ങൾ ഉപയോഗിച്ച്. അമ്മായിയാണ് ടീച്ചർ. അതെ അതെ അതെ, അമ്മായി അങ്ങനെയുള്ള ഒരുപാട് പായസം. ഒരു കലാകുടുംബത്തിൽ നിന്നാണ് ഗായത്രി വരുന്നത് കേട്ടോ. ആരെ കാണിച്ചു തന്നാലും അവർ ഒരു ഗായകനോ എഴുത്തുകാരനോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും. എല്ലാവരും ഹസ്ബൻഡ് കലാകാരനാണ്, മോൻ ഇത് വളർന്നു വരുന്ന കലാകാരനാണ്, പിന്നെ സഹോദരൻ, നാത്തൂൻ, എല്ലാവരും നല്ല മ്യൂസീഷ്യൻസ് ആണ്. എല്ലാവരും പാട്ടുകാരും. അതൊരു പ്രത്യേക ഒരു വൈബ് തന്നെയാണ്. പിന്നെ ഇപ്പോൾ സ്കൂളും കൂടെ തുടങ്ങിയപ്പോൾ പിന്നെ പാട്ട് ഇങ്ങനെ ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു പാട്ട് കൂടെ പാടിയാലോ? ഞാൻ വഴറ്റിത്തരാം, അപ്പോൾ പാടിക്കോ. നേരത്തെ പറഞ്ഞതല്ലേ, പാചകം ചെയ്യുമ്പോൾ പാട്ട് കേട്ട് പാചകം ചെയ്യുന്നൊരു രസമാണ്. ഞാൻ നേരത്തെ പാടിയ പാട്ടിൻ്റെ അനുപല്ലവി തന്നെ പാടാം. ഓക്കെ ഓക്കെ ഓക്കെ. പൂത്താലം പോലൊരു നാടു കാണാൻ, പൂവുകൾ പാടുന്ന പാട്ടു കേൾക്കാൻ. പൂത്താലം പോലൊരു നാടു കാണാൻ, പൂവുകൾ പാടുന്ന പാട്ടു കേൾക്കാൻ. വാരി വിതച്ചത് സിന്ദൂരം, കോരിയെടുത്തത് രോമാഞ്ചം. കാണുന്നതെല്ലാം കർപ്പൂരം, കൊയ്യുന്നതെല്ലാം മാധുര്യം. ഉത്രാടരാവേ വരുമോ നീ, ഉലയാത്ത പൂനില പുടവ ചുറ്റി. എന്താ മധുരമുള്ള പാട്ടാണ് ഈ കേൾക്കുന്നത്. അതെ, അപ്പൊ പിന്നെ ദാസാറിന്റെ ശബ്ദത്തിൽ കൂടെ കേൾക്കുമ്പോഴോ അയ്യോ ഓണമിങ്ങെത്തി. ഓണം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും ഈ പാട്ട്. ഇത് പരുവായിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതെ, ഇനി നമുക്ക് തേങ്ങാപ്പാല് കുറച്ച് ശർക്കര പാനിയും കൂടെ ഒഴിക്കാം. കുറച്ചൊഴിക്കാം മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. നല്ല മധുരം ഉണ്ട് ഓൾറെഡി, അതാണ്. പിന്നെ നിങ്ങളെ എല്ലാവർക്കും മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ശർക്കര പാനി കാച്ചി വെച്ചത്.
ഇനി നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് ചൗവരി. അപ്പം എല്ലാം ഗായത്രി തയ്യാറാക്കി വെച്ചേക്കാണ്. ചൗവരി വേവിച്ച് വെച്ചേക്കാണ് കേട്ടോ. ചൗവരിയും കൂടെ സ്പൂൺ ഇവിടെ. ഏലക്കാപ്പൊടി പൊടിച്ചു വെച്ചിട്ടുണ്ട്. വിതറട്ടെ. ഇത് ഞാനും അല്ല അതെ ഞാനും ഇതൊക്കെ ഒന്ന് പഠിക്കട്ടെ. ചക്കപ്പായസം എങ്ങനെ ഉണ്ടാക്കണേന്ന്. എല്ലാം ഇടട്ടോ. നല്ലൊരു മണവും. പിന്നെ ഇനി തേങ്ങാപ്പാലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കാം. ഒഴിച്ചിട്ട് നല്ല വരട്ടി എടുക്കണല്ലോ. നല്ല ഇനിയും പണിയുണ്ട് നമുക്ക്. സാരമില്ല, ഈ പണിയിലൊക്കെ പാട്ട് കേൾക്കാലോ എന്നുള്ളൊരു സന്തോഷമാണ് കേട്ടോ. എന്നിട്ട് ബാക്കി കുറച്ച് വെച്ചു. ഇനി നമുക്ക് രണ്ടുപേരും കൂടെ ഒരുമിച്ചൊരു പാട്ട് പാടാം. ഓണത്തിന് ഞങ്ങൾ ഒരുപാട് സ്റ്റേജുകളിലൊക്കെ ഒരുമിച്ച് പാടിയ കൂട്ടുകാരികളാണല്ലേ. നമുക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ സ്റ്റേജിൽ പാടുന്ന പാട്ട് ഏതായിരുന്നു? അപ്പോൾ ഓണക്കാലമായ ഫീമെയിൽ സിംഗേഴ്സ് എല്ലാം തിരഞ്ഞെടുക്കുന്ന ഒരു പാട്ടാണ് തിരുവോണപ്പുലരി. വാണിയമ്മ പാടിയ പാട്ട്. അപ്പം അത് പാടിയല്ലോ. തിരുവോണപ്പുലരികൾ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. അങ്ങനെയൊക്കെയാണ്. പിന്നെ സദ്യയുടെ കാര്യങ്ങളൊക്കെ പിന്നെ എല്ലാം ഉണ്ടാക്കാൻ അറിയാല്ലേ ഗായത്രിക്ക്? എല്ലാ സാധനവും. ആഹാ, ഏലക്ക പൊടിച്ചതിൻ്റെയും ചക്ക വരട്ടിയതിൻ്റെയും ശർക്കരയുടെ ഒക്കെ നല്ല മണം വരുന്നുണ്ട്. ഇനി കുറച്ച് തേങ്ങാപ്പാൽ കുറച്ചുകൂടെ ഒഴിക്കാം അല്ലേ? അതെ, അല്ലെങ്കിൽ ഒരുപാട് കട്ടിയായി പോകും. ഒഴിക്കാം. ഗായത്രി നല്ല കട്ടിക്ക് ഉണ്ടാക്കി വെച്ചേക്കാണ് അല്ലേ? എല്ലാം തിക്കായിട്ട് തന്നെ ഉണ്ടാക്കി വെച്ചു. കുറച്ചല്ലേ ഉണ്ടാക്കേണ്ടത്, അതുകൊണ്ട് പിന്നെ അതിന്റെ ആവശ്യമില്ല. കുറച്ചധികം ആണെങ്കിൽ നമ്മൾ ഇത് നേരത്തെ പറയുന്ന പോലെ 1-ാം പാലോ 2-ാം പാലോ ഒക്കെ സെപ്പറേറ്റ് എടുത്ത് വെച്ച് അറിയാമായിരിക്കും. അതാണ് പിന്നെ അത് എക്സ്പ്ലനേഷൻ ചെയ്യാത്തത്. പിന്നെ സദ്യയിൽ എല്ലാം എനിക്ക് ഉണ്ടാക്കി കഴിക്കുന്നതാണ് ഇഷ്ടം. ഓണത്തിന് എല്ലാം ഉണ്ടാവും കേട്ടോ. ഇപ്പൊ എല്ലാം റെഡിമെയ്ഡ് ഓണമാണെന്ന് പൊതുവെ ഒരു പരാതിയുണ്ട്. നാരങ്ങയും മാങ്ങയും ഒക്കെ ഞാൻ ഒരാഴ്ചക്ക് മുമ്പ് വെയിലത്ത് വെച്ച് ഉണക്കി. എനിക്കറിയാം ഗായത്രി അച്ചാറൊക്കെ ഇടുന്നത്. വേറൊരു ചാനലിൽ ഞാൻ ഒരു അച്ചാറിന്റെ പാചകം. എനിവേ നമുക്ക് ഇനി കുക്കറി ഷോ ഒക്കെ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് പാട്ടുകാരി എന്നുള്ളതല്ല, ഒരു പാചകക്കാരി എന്നുള്ള നിലയ്ക്കൊക്കെ നമുക്ക് വിളിക്കാം. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പാചകം വളരെ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് നാടൻ വിഭവങ്ങൾ ഉണ്ടാക്കുന്നത് വീട്ടിൽ ഉണ്ടാകുമ്പോൾ ഞാൻ നല്ല വേറെ ഒരു സ്ഥലത്തും പോകണ്ട എന്നുള്ള ഒരു ദിവസം ഉണ്ടാവുകയാണെങ്കിൽ മുരിങ്ങയില എടുത്ത് തോരൻ വെക്കുകയും അല്ലെങ്കിൽ മറ്റേ കുപ്പച്ചീര അതെടുത്ത് തോരൻ വെക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നത്. കോവലിന്റെ ഇല അതൊക്കെ ഞാൻ പരീക്ഷണങ്ങളൊക്കെ ഉണ്ട്. പരീക്ഷണങ്ങൾ മീൻസ് അങ്ങനെയല്ല, ആളുകൾ ഇത് കഴിയുമ്പോൾ മിക്കവാറും ദിവസങ്ങളിൽ സാമ്പാർ ഉണ്ടാക്കാറുണ്ട്. അത് വെറൈറ്റി സാമ്പാർ വറുത്തരച്ചുണ്ടാക്കും, അല്ലാതെ ഉണ്ടാക്കും. പൊതുവെ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി ഗായത്രി ജ്യോതിഷ് ഒരു പാട്ടുകാരി മാത്രമല്ല, നല്ലൊരു പാചകക്കാരിയാണ്. എന്തായാലും ഇനി ഫ്രണ്ട്സ് എല്ലാം വീണ്ടും ഗായത്രി എന്റെ എല്ലാ ഫ്രണ്ട്സിനും പറയാം നന്നായിട്ട് കുക്ക് ചെയ്യുന്നു പറയാം. എനിക്ക് പറയാം ഉണ്ടാക്കുന്ന സാധനം പ്രത്യേകിച്ച് വരുന്നുണ്ടല്ലേ.
എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം എന്ന് പറഞ്ഞാൽ ഇഡലി സാമ്പാറുമാണ് എൻ്റെ ഫേവറേറ്റ്. 3 നേരവും അത് തന്നാലും എനിക്ക് വളരെ സന്തോഷം. പിന്നെ സദ്യ ഇഷ്ടമാണ്. സദ്യ പണ്ടെല്ലാം തിരുവനന്തപുരത്തെ സദ്യയാണ് പേര് കേട്ട സദ്യ അല്ലേ? ഞങ്ങളും ഇടയ്ക്ക് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് പുതുക്കുന്നത് മറ്റ് ഹോട്ടൽസിലൊന്നും പോയില്ല, നല്ല സദ്യ കിട്ടുന്നിടം അന്വേഷിച്ച് പോയിട്ടാണ് ഞങ്ങൾ കഴിക്കാറ്. ഗായത്രി ഏകദേശമായിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഏകദേശമായിട്ടുണ്ട്. കുറച്ചധികം പാട്ടുകളുണ്ട് നമുക്ക് ഓണപ്പാട്ട്. അതാണ് ഗായത്രിയെ പോലെ നല്ലൊരു ഗായിക കിട്ടുമ്പോൾ പാട്ടുകൾ കൂടുതൽ പാടിക്കാന്നുള്ളതാണ്. വേറെ ഏത് പാട്ടാ? പൂത്തങ്ങാടി കൂത്തും പാടി പകലെരിയാറായി ഇരുളടയാറായി നീലനിലാവേ ഈ വഴി വായോ ഉള്ളം പൂത്തങ്ങാടി കൂത്തും പാടി. അപ്പോൾ എന്തായാലും ഇന്ന് എനിക്കൊരു സന്തോഷമുണ്ട്. ഓണം എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ചാനലിലൊക്കെ പോയി കഴിഞ്ഞാൽ പൊതുവെ ഞാൻ ഉൾപ്പെടെയുള്ള സിംഗേഴ്സ് എല്ലാം പാടുന്ന ഏകദേശം ഒരേ പാട്ടുകളായിരിക്കും. അപ്പം അതിൽ നിന്നൊരു വിഭിന്നമാണ് ഗായത്രി. ഇന്ന് കുറച്ച് അല്ലാത്ത പാട്ടുകളൊക്കെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. എന്തായാലും ഇനി വരുന്ന അവസരങ്ങളിലൊക്കെ ഈ പാട്ടുകൾ കൂടി എല്ലാ സിംഗേഴ്സും പഠിച്ച കുറച്ച് വെറൈറ്റി ആവുന്ന പോലെ കേൾക്കണം നിങ്ങൾ. ഞാനും ഒരു സമയം വരെ ഞാനും ഇതൊന്നും കേൾക്കാതിരുന്ന ഒരാളായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് അവസരങ്ങൾ വന്നു. അതായത് ഞാനൊരു അധ്യാപിക കൂടെയാണ്. അതാ ഞാനും പറയാൻ വന്നത്. ഗായത്രി നല്ലൊരു അധ്യാപികയാണ്. അതുപോലെ ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ച് അവർക്ക് എന്താ പറയാ കോമ്പറ്റീഷനുകളാവട്ടെ മറ്റുള്ള റിയാലിറ്റി ഷോ ആവട്ടെ ഇതിനെല്ലാം പോയിട്ട് പ്രൈസ് വാങ്ങിക്കുന്ന. അപ്പൊ എന്തായാലും ഒരു ഭാഗ്യരാശിയുള്ള ഒരു ടീച്ചറാണ്, നമ്മുടെ പേരും കൂടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ പ്രസാർ ഭാരതിയുടെ എ ഗ്രേഡ് ആർട്ടിസ്റ്റ് കൂടിയാണ്. എ ഗ്രേഡ് ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര ഒരു ക്രെഡിറ്റ് ആണ്. തീർച്ചയായിട്ടും നമ്മളൊരു പിന്നണി ഗായിക എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഒരു സ്ഥലത്ത് പോകുമ്പോൾ അതിന്റെ ആകാശവാണി ഗ്രേഡ് ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ അതൊരു സെൻട്രൽ ഗവൺമെന്റിന്റെ നല്ലൊരു ഗ്രേഡാണ്. സോ അപ്പൊ അങ്ങനെ എല്ലാം കൊണ്ടും സന്തോഷത്തിലിരിക്കുകയാണ് നമ്മുടെ ഗായത്രി കുട്ടി. അപ്പൊ ഇതിന് പായസം ഏകദേശം ആയിട്ടുണ്ട്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നെയ്യിൽ ഇതൊക്കെ വറുത്തിടുക. ഡെക്കറേറ്റ് ചെയ്യണം. ഓക്കെ ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്കത് ചെയ്യാം. അതാണെങ്കിൽ തമാശക്കിട്ട് അത് വേണമെങ്കിൽ തമാശക്ക് ഇടാം. അത് ശരിയാണ്. കടുക് നെയ്യെടുക്കാം. ഇത് ഉണക്കത്തേങ്ങയാണ് അല്ലേ? ഉണക്കത്തേങ്ങ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. കഷ്ടപ്പെട്ട് കുറച്ച് ഉണക്കത്തേങ്ങയൊക്കെ തപ്പിയെടുത്ത് അതിനടുത്ത് ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിൽ എപ്പോഴും എടുത്ത് വെച്ചിട്ടുണ്ടല്ലേ? അതെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതെ, അതിനൊന്നും ഒരു പച്ച തേങ്ങ അല്ല, ഉണക്കത്തേങ്ങയുടെ വേണം. നമ്മുടെ ആ ഒരു ട്രഡീഷണൽ ടേസ്റ്റ്. ഓക്കെ. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിക്ക് ഓണ സമ്മാനമായിട്ട് എനിക്ക് മാത്രമല്ല നമ്മുടെ ജയ്ഹിന്ദ് TV പ്രേക്ഷകർക്കും കൂടെ. എന്നാലും ഇത് ഇരിക്കട്ടെ, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ. അഭിപ്രായം ഇപ്പൊ തന്നെ പറയുകയും വേണം. ഓ, കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നീ കുടിച്ചു നോക്കട്ടെ, നല്ല ഭംഗിയാണോ മധുരമാണോ ഗുണമുണ്ടോ നോക്കട്ടെ. ആഹാ, ശരിക്കും ഇപ്പൊ കറക്റ്റ് പരുവാണ് കേട്ടോ. അല്ല കറക്റ്റാണ്. നമ്മൾ ആ ശർക്കര പാനി ഫുള്ള് ഒഴിച്ചിരുന്നെങ്കിൽ ടേസ്റ്റ് ഉണ്ട്. അപ്പൊ എന്തായാലും ഈ ടേസ്റ്റോട് കൂടി നിന്റെ ഒരു പാട്ടും കൂടെ കേൾക്കാം. ഏത് പാട്ടാ? ശരസാറിന്റെ ഒരു പാട്ട്, ശരസാറിന്റെ ചിത്രേച്ചി പാടിയിട്ട് പാട്ട്. ഓർമ്മകളിൽ ഞാറ്റുവേല കിളികൾ പാടി വീണ്ടും, ഓർമ്മകളിൽ നമ്മളോട് പാട്ടുപാടി വീണ്ടും, മഞ്ഞവയിൽ പൂത്തുലയും മഞ്ചിമ നുകർന്നു, കന്നിവയൽ വക്കിൽ
ഓർമ്മകളിൽ ആറ്റുവേല കിളികൾ പാടി വീണ്ടും ഓർമ്മകളിൽ നമ്മളോട് പാട്ടുപാടി വീണ്ടും. സാറിന്റെ രചന. അതെ. അപ്പൊ അതിന്റെ കോംപ്ലിക്കേഷൻ ഒക്കെ എനിക്ക് തോന്നുന്നു, ഞാനിത് കേട്ടിട്ടുണ്ട്. അനുപല്ലവിയിലൊക്കെ ഉണ്ട്. അനുപല്ലവി അസലായിട്ടുണ്ട്. എനിവേ എനിക്ക് തോന്നുന്നു എനിക്ക് പായസം വലിയ ഇഷ്ടമാണ്. ഇതിന്റെ അപ്പുറം എനിക്ക് ഗായത്രിയുടെ പാട്ടാണ് ഇഷ്ടം. എന്തായാലും നല്ല അധികം കേൾക്കാത്ത പാട്ടുകളൊക്കെ സെലക്ട് ചെയ്തതിന് ഞാൻ നന്ദി പറയാണ് കേട്ടോ, സന്തോഷം അറിയിക്കാണ്. പണ്ട് മുതൽ അങ്ങനെ ഒരു ശീലമാണ്. ഇപ്പൊ പ്രോഗ്രാമിന്റെ സ്ഥിരമായിട്ട് പാടുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ട് പഠിക്കുമെങ്കിലും എന്റെ ഇഷ്ടത്തോടെ പഠിക്കുന്ന ഇങ്ങനെയുള്ള എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഡീറ്റെയിൽ. ഗായത്രി എപ്പോഴും അതുപോലെ തന്നെയാണ്. എല്ലാവർക്കും അത് പഠിക്കുക മാത്രമല്ല മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അത് ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ്. പാടി കേൾക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ തന്നെ ഇന്നലെ തന്നെ എൻ്റെ ഒരു സ്റ്റുഡന്റ് കൂട്ടിനൊരു പാട്ട് ദൂരദർശനിലെ ഇന്റർവ്യൂ കണ്ടു. അപ്പോൾ എൻ്റെ പേരൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞു കൊടുത്ത പാട്ടൊക്കെ ഇങ്ങനെ വെറൈറ്റി പാട്ട് പാടുന്നതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതുപോലെയാണ് ചിത്രചേച്ചിയുടെ പ്രിയപ്പെട്ട ഒരു സഖി കൂടിയാണ്. ചേച്ചി ഒരുപാട് ഇഷ്ടത്തോടെ പറയുന്ന ഒരു ഗായികയാണ് കേട്ടോ ഗായത്രി. ചിത്രചേച്ചി മാത്രമല്ല കേട്ടോ, നമ്മുടെ ഈ ഫീൽഡിലുള്ള എല്ലാവർക്കും ഗായത്രിയുടെ പാട്ടും അതുപോലെ ഗായത്രിയുടെ മെമ്മറി പവർ പാട്ടുകളൊക്കെ പറഞ്ഞു കൊടുത്താൽ അത് എത്ര വർഷം കഴിഞ്ഞാലും ഗായത്രിയുടെ അടുത്ത് ചോദിക്കും. ഞാൻ തന്നെ വിളിച്ചു ചോദിക്കും, ആ ഒരു പാട്ടിന് വരിയൊന്നും ഓർമ്മയുണ്ടോ, അത് എന്നാ പാടിയെന്ന് ഓർമ്മയുണ്ടെന്നൊക്കെ ചോദിച്ചാൽ റെഡി മണിയായിട്ടിങ്ങ് പറഞ്ഞു തരും. എനിവേ ഒരുപാട് സന്തോഷം. ഇത്രയും മധുരമുള്ള ഒരു പായസവും ഈ മധുരത്തിനപ്പുറം മധുരമുള്ള കുറേ പാട്ടുകൾ ഞങ്ങൾക്ക് സമ്മാനിച്ചതിന് ഒരുപാട് സന്തോഷം. ഇടയ്ക്ക് ഞാൻ പറഞ്ഞു ചിങ്ങാണ്. അപ്പം എന്തായാലും നമ്മുടെ ഈ പ്രതീക്ഷകളും എന്താ പറയുക, പിന്നെ ഒരു 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 യെല്ലോ ഷെയ്ഡാണ് അല്ലേ നമ്മുടെ ഈ ഓണം എന്ന് പറയുമ്പം. അത് തന്നെ ഒരു പൊലിമയുടെ കളറാണ്. അപ്പം അങ്ങനെ തന്നെ ഒരുപാട് ഐശ്വര്യത്തോടെ സമൃദ്ധിയോടെ ഗായത്രിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. താങ്ക് യു വെരി മച്ച് പ്രിയ സഖി. അപ്പോൾ ഓണമധുരത്തിൽ മറ്റൊരു ഗായികയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.